എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 10ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലെ? ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യ പേപ്പർ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇത്തരം ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അതിനകത്ത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഓഫ് BA ഡിപ്പാർട്ട്മെന്റ് ഫ്രം 2016 ടു 2020 എന്നുള്ളതാണ് അല്ലെ? ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ് പറഞ്ഞേക്കണം. അപ്പൊ നമ്മുടെ BA ഡിപ്പാർട്ട്മെന്റിലെ ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എണ്ണം നമ്മൾ ടോട്ടൽ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അല്ലെ? ഇപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പൊ എത്ര വരിക? BA ഡിപ്പാർട്ട്മെന്റ് 2016 മുതൽ 20 വരെയുള്ള ഫീമെയിൽ സ്റ്റുഡൻസിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ 5 5 10 അല്ലെ? ബാക്കി 1 7 1 8 8 5 13 അല്ലെ? 13ഉം 3ഉം 16 3ഉം 19ഉം 2 21 1 ബാക്കി 2 ശിഷ്ടം 2 2 4 4 2 6 6 2 8 8 2 10 2 12 1210 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ എത്രയാണ് എത്ര വർഷങ്ങളാണ് 2016 മുതൽ 2020 വരെ എന്ന് പറയുമ്പോൾ 5 വർഷങ്ങളാണ് അല്ലെ? അപ്പൊ അതിന് ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ 1210നെ നമ്മൾ എത്ര വെച്ച് ഹരിച്ചാൽ മതി? 5 വെച്ച് ഹരിച്ചാൽ മതി അല്ലെ? 12ൽ 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം 2 5 10 അല്ലെ? ബാക്കി 2 ശിഷ്ടം 21ൽ 5 4 പ്രാവശ്യം 4 20 ബാക്കി 10 10ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. സോ എത്രയായിരിക്കും ആൻസർ? 242 എന്നതായിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. 2016 മുതൽ 2020 വരെയുള്ള ടോട്ടൽ BA ഡിപ്പാർട്ട്മെന്റിലെ ഫീമെയിൽ സ്റ്റുഡൻസിന്റെ ടോട്ടൽ ആവറേജ് നമ്പർ എത്രയായിരിക്കും? 242 ആയിരിക്കും അല്ലെ? ആവറേജ് എന്താണെന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇഫ് ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദി ഇയർ 2018 ഈസ് 300. 2018 മുഴുവൻ അല്ലെ ഡിപ്പാർട്ട്മെന്റുകളെയും ആവറേജ് ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? 300 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം 235 ആണ് BA-യിലുള്ളത്, 427 ആണ് എന്തിലുള്ളത്? BCA-യിലുള്ള ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എണ്ണം. Y ആണ്, നമുക്ക് Y എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് തന്നിരിക്കുന്നത്, അതാണ് BBA-യിലെ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3ഉം കൂടെ കൂടുമ്പോൾ ദാറ്റ് ഈസ് 235 പ്ലസ് അല്ലെ 427 പ്ലസ് Y ഡിവൈഡഡ് ബൈ എത്രയാണ് ഇവിടെ? 3 ഡിപ്പാർട്ട്മെന്റിലുള്ള, അപ്പൊ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 300 എന്ന് പറയുന്ന സാധനം. അപ്പൊ 235 പ്ലസ് 427 പ്ലസ് Y ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 300 ഇൻറ്റു 3 എത്രയായിരിക്കും? 900 ആയിരിക്കും. അപ്പൊ ഇതാണ് കിട്ടുക. അപ്പൊ നമുക്ക് 235 427 കിട്ടുമ്പോൾ എത്ര കിട്ടുക? 5 7 12 ബാക്കി 1 3 3 3 6 അല്ലെ? 4 2 6. സോ 662 പ്ലസ് Y ഈക്വൽ ടു 900 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് Y യുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 900 മൈനസ് 662 ചെയ്താൽ മതി. 900 മൈനസ് 662 എത്രയായിരിക്കും നോക്കി? 0 2 പോവില്ല അല്ലെ? അപ്പൊ കട എടുത്തു നമ്മൾ ഇവിടെ 8 ആയി അല്ലെ? ഇവിടെ 9 ആവും. ഇവിടെ 10 2 പോയാൽ 8 വരും അല്ലെ? 9 6 പോയാൽ 3 വരും. then 8 4 പോയാൽ 2 വരും. 238 ആയിരിക്കും ഇവിടുത്തെ എന്തിന്റെ വാല്യൂ? Y യുടെ വാല്യൂ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് X if the average male students in BCA through the years is 536. അപ്പൊ നമ്മൾ X ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എവിടെയാണ്? BCA-യിൽ മൊത്തം വർഷങ്ങളിലെല്ലാം കൂടെ വരുമ്പോൾ അതിന്റെ ആവറേജ് എത്രയാണ്? 536 ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? നമ്മുടെ BCA ഡിപ്പാർട്ട്മെന്റിലെ മെയിൽ സ്റ്റുഡൻസിന് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം ഈ X അവിടെ നിൽക്കട്ടെ. 5 5 10 8 18 ബാക്കി ഒന്ന് ശിഷ്ടം 3 1 4 4 3 7 7 2 9 2 11 ബാക്കി ഒന്ന് ശിഷ്ടം 5 1 6 6 5 11 11 5 16 5 21 18 പ്ലസ് X എന്ന് വരും. സോ നമുക്കറിയാം ഇവിടുത്തെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 21 18 പ്ലസ് X ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എത്രയെന്ന് വരും? 536 എന്ന് വരും അല്ലെ? കാരണം ആവറേജ് 536 ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 536 എന്ന് കിട്ടും. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ 2118 പ്ലസ് X ഈക്വൽ ടു എത്രയായിരിക്കും? 536 ഇൻറ്റു 5 536 ഇൻറ്റു 5 ഗുണിച്ചു നോക്കാം അല്ലെ? നമുക്ക് എത്ര വരിക? 500 ഇൻറ്റു 5 2500 അല്ലെ? 30 ഇൻറ്റു 5 150 6 ഇൻറ്റു 5 30. അപ്പൊ 2500 എത്രയാണ്? 180 നമ്മൾ കൂട്ടേണ്ടി വരും അല്ലെ? അപ്പൊ 2500 പ്ലസ് 180 2680 എന്ന് വരും. അപ്പൊ X-ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2680 ആ 2118 അപ്പുറത്തേക്ക് എന്ത് വരും? മൈനസ് 2118. അപ്പൊ ഇവിടെ കുറയ്ക്കുമ്പോൾ 0 8 പോവില്ല അല്ലെ? അപ്പൊ നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തു 7 10 10 8 പോയപ്പോ 2 വന്നു, 7 1 പോയപ്പോ 6 വന്നു, 6 1 പോയപ്പോ 5 വന്നു, 2 2 പോയപ്പോ 0 വന്നു. സോ അപ്പൊ എത്രയായിരിക്കും വരിക? 562 ആയിരിക്കും ഏതിന്റെ വാല്യൂ? X-ന്റെ വില അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ?
Find the difference between the average of male students and average of female students in BA department from 2016 to 2020. അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാം? ആവറേജ് ഓഫ് മെയിൽ സ്റ്റുഡൻസ് കാണാം. അപ്പൊ മെയിൽ സ്റ്റുഡൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ആവറേജ് ഓഫ് മെയിൽ സ്റ്റുഡൻസ് കിട്ടും. ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കണം BA ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ രണ്ടിന്റെയും അല്ലെ? എത്രയൊക്കെയായിരുന്നു? ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2016 മുതൽ 20 വരെ BA ഡിപ്പാർട്ട്മെന്റിലെ 242 അല്ലെ? 242 നമുക്കറിയാം. ആൻഡ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചില്ല? മറ്റേത് കണ്ടുപിടിച്ചില്ല. ഫീമെയിൽ സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ചിട്ടില്ല. മെയിൽ സ്റ്റുഡൻസിന് 232 ആണ് നമുക്കറിയാം അല്ലെ? സോ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഈ ഫീമെയിൽ സ്റ്റുഡൻസിനെ കൂടെ കണ്ടുപിടിച്ച് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടിന്റെ ആവറേജുകൾ കണ്ടുപിടിച്ച് സെപ്പറേറ്റ് മൈനസ് ചെയ്യുന്നതിന് പകരം ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക. അതായത് 2016 BA ഡിപ്പാർട്ട്മെന്റിലെ മെയിൽ ടു ഫീമെയിൽ ഡിഫറൻസ് എത്രയാണ് നോക്കാം. ദെൻ 2017 നോക്കാം. എന്നിട്ട് ആ ഡിഫറൻസുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തുകൊണ്ട് ഹരിച്ചാലും മതി? എണ്ണം കൊണ്ട് ഹരിച്ചാലും നമുക്ക് കിട്ടും. അതായത് നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയായിരിക്കുമല്ലോ. മെയിൽ സ്റ്റുഡൻസ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ മെയിൽ സ്റ്റുഡൻസിന്റെ ആവറേജ് കാണാൻ മെയിൽ സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് എന്ന് പറയുന്നത് ഇപ്പോ 5 അല്ലേ? 5 കൊണ്ട് ഹരിച്ച് മൈനസ് ഫീമെയിൽ സ്റ്റുഡൻസിന്റെ ടോട്ടൽ കണ്ടുപിടിച്ച് അവരെ 5 കൊണ്ട് ഹരിച്ചിട്ട് ഇതിന് മൈനസ് ചെയ്യാനുള്ള ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്താൽ മതി? മെയിൽ മൈനസ് ഫീമെയിൽ, അതായത് മെയിൽ സ്റ്റുഡൻസ് മൈനസ് ഫീമെയിൽ സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ 5 ചെയ്താലും മതി. കാരണം നമുക്കറിയാം പിന്നെ സംഖ്യകളെ കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ അത് തന്നെ എഴുതുന്നു, M മൈനസ് F എന്നുള്ളത് മുകളിൽ എഴുതുന്നു അല്ലെ? അപ്പൊ മെയിൽ ടു ഫീമെയിൽ ഡിഫറൻസ് കണ്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തുകൊണ്ട് ഹരിച്ചാലും മതി? 5 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ, ഇതിന്റെ എന്താ പറയാ സം ആണ് ചോദിച്ചെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സം 2016 മെയിൽ ടു ഫീമെയിൽ സം കണ്ട്, 2017 സം കണ്ട്, അങ്ങനെ ഓരോ വർഷത്തിലെ സമ്മുകൾ കണ്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിച്ചാലും മതി. ഓക്കെ, അപ്പൊ 380 മൈനസ് 220 നമുക്ക് ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. 380 മൈനസ് 220 എത്രയായിരിക്കും? 380 200 പോയാൽ 180, 180 20 കൂടെ പോയാൽ 160 എന്ന് വരും അല്ലെ? 390 മൈനസ് 230, 390 200 പോയാൽ 190, 190 മൈനസ് 30 160 എന്ന് അവിടെയും വരും. 395 മൈനസ് 235, 395 200 പോയാൽ 195, 195 35 പോയാൽ വീണ്ടും 160 അല്ലെ? 405 മൈനസ് 250, 405 200 പോയാൽ എത്ര വരിക? 205 വരും. അതിന് ഒരു 50 കൂടെ പോയി കഴിഞ്ഞാൽ 205 50 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 155 എന്ന് വരും അല്ലെ? 155 ആണ് അവിടുത്തെ ഡിഫറൻസ്. പിന്നെ 415 275 മൈനസ് ചെയ്യുമ്പോഴോ 415 മൈനസ് 200 എത്ര വരിക? 215. പിന്നെ ഒരു 15 75 പോകണം, പക്ഷെ അതിലൊരു 15 പോയാൽ എത്ര വരും? 200 വരും. പിന്നെ ബാക്കി 75 15 പോയി, ബാക്കി എത്രയുള്ള 60 പോകണം അല്ലെ? അപ്പൊ എത്ര വരിക? 140 എന്നും വരും. 415 മൈനസ് 275 140 അല്ലേ? യെസ്, 140 എന്ന് വരും. എല്ലാം കൂടെ കൂട്ടും. അപ്പൊ ഡിഫറൻസ് കണ്ട് അത് കൂട്ടാം. അപ്പൊ എത്ര വരിക? 5 അല്ലെ? 5 എന്ന് കിട്ടി. പിന്നെ 5 4 9 6 15 6 21 6 27 എന്ന് കിട്ടി. ബാക്കി 2 ശിഷ്ടം 2 2 4 2 6 1 7 എന്ന് കിട്ടി. 775 എന്നായിരിക്കും അവിടുത്തെ ഡിഫറൻസ്. 775 5 ചെയ്യാം. അപ്പൊ നമുക്കറിയാം 5 7 5 2 പ്രാവശ്യം അല്ല ഒരു പ്രാവശ്യം ഓറഞ്ച് 5, ബാക്കി 27 5 പ്രാവശ്യം, ബാക്കി വീണ്ടും 2 ശേഷം 25 5 പ്രാവശ്യം. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 155 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ BCA ഡിപ്പാർട്ട്മെന്റ് ഇൻ ദി ഇയർ 2016 അല്ലെ 2016 ആൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ BBA ഡിപ്പാർട്ട്മെന്റ് ഇൻ ദി ഇയർ 2018. നമ്മുടെ BCA 2016 ഫീമെയിൽ സ്റ്റുഡൻസും നമ്മുടെ 2018 BBA ഫീമെയിൽ സ്റ്റുഡൻസും തമ്മിലുള്ള റേഷ്യോ 45:8 ആണ്. അപ്പൊ BCA നമുക്ക് നോക്കുമ്പോൾ BCA ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ 2016 BCA എത്രയാണ്? 405 ആണ് അല്ലെ? ഇപ്പൊ 405 ബൈ പിന്നെയോ BBA 2018 BBA 2018 BBA ഫീമെയിൽ സ്റ്റുഡൻസിന് എത്രയാ? Y ആണ് അല്ലെ? അപ്പൊ അത് രണ്ടും കൂടെ റേഷ്യോ കണ്ടപ്പോ നമുക്ക് കിട്ടിയ എത്രയാണ്? 45:8 എന്നാണ്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് അതിനെ Y കണ്ടുപിടിക്കാം. Y ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? 405 45/8 ഇങ്ങോട്ട് വരുമ്പോൾ 8/45 എന്ന് കിട്ടും, ഈക്വൽ ടു Y എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം 405 അല്ലെ? ഞാനത് ഇപ്പുറത്തേക്ക് എഴുതാണ്. 405 ഇൻറ്റു 8/45 ആണ് ഏതിന്റെ വാല്യൂ? Y യുടെ വാല്യൂ. അപ്പൊ നമുക്കറിയാം
45ഉം 405ഉം എന്തിൽ പോവും? 9ൽ പോവും അല്ലെ? സംഖ്യകളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 9 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയിൽ 9 പോവും അല്ലെ? 45ന് 9 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ആൻഡ് 405ന് 9 എത്ര പ്രാവശ്യം പോവും? 40ൽ 5 40 9 4 36 അല്ലെ? ബാക്കി 45 45 5 പ്രാവശ്യം. അപ്പൊ 45 നേടി. പിന്നെ നമുക്ക് പറയാം 45 5 പോവില്ലേ? എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. അങ്ങനെ 9 × 8 72 എന്ന് കിട്ടി. അപ്പൊ y യുടെ വാല്യൂ എത്രയാണ്? 72 ആണ്. പക്ഷെ ചോദ്യം എന്താ? ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ BCA ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂടണം അല്ലെ? അപ്പൊ എത്ര വരിക? 7 1 8 8 2 10 10 5 15 5 ബാക്കി ഒന്ന് ശേഷം 9 10 19 19 7 26 26 8 34 425 എന്ന് കിട്ടും ടോട്ടൽ. സോ ആ 425നെ നമ്മൾ എത്ര വെച്ച് ഹരിക്കണം? 5 വെച്ച് ഹരിക്കണം അല്ലെ? അപ്പൊ എത്ര വരിക? 42ൽ 5 പ്രാവശ്യം 8 40 അല്ലെ? ബാക്കി 25ൽ 5 പ്രാവശ്യം. സോ ദ ആൻസർ ഇസ് 85. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എന്താ? The average weight of 15 students in a class increases by 1.5 kilogram when one of the students weighing 40 kilogram is replaced by a new student. What is the weight of the new student എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ weight of the new student ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 15 കുട്ടികളാണുള്ളത് അല്ലെ? ആ 15 കുട്ടികളുടെ വെയിറ്റ് എത്ര കൂടി എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം വെച്ച് കൂടി. ഒരാൾ പോയി മറ്റൊരാൾ വന്നപ്പോഴേക്കും അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഓൾറെഡി വന്ന ആൾക്ക് 40 കിലോ ഭാരം ഉണ്ടാവും. കാരണം അങ്ങനെ 40 കിലോഗ്രാം ഭാരം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇത്രയും വെച്ച് ഭാരം കൂടുള്ളൂ അല്ലെ? അപ്പൊ 40 കിലോഗ്രാം ആൾക്ക് ഓൾറെഡി ഭാരമുണ്ട്. പ്ലസ് കൂടുതൽ ആവറേജ് ഭാരം എന്താ ചെയ്തത്? കൂടുക ചെയ്തത്. അപ്പൊ ഇയാൾ എക്സ്ട്രാ വന്നത് കൊണ്ടാണ് ബാക്കി എല്ലാവരുടെയും ഭാരം എത്ര വെച്ച് കൂടിയത്? 1.5 കിലോഗ്രാം വെച്ച് കൂടിയത് അല്ലെ? അപ്പോ അതിന്റെ അർത്ഥം ഓരോരുത്തരുടെയും ഭാരം 1.5 കിലോഗ്രാം വെച്ച് കൂടണമെങ്കിൽ 15 × 1.5 ടോട്ടൽ എത്ര കിലോഗ്രാം ആയിരിക്കും അവിടെ നെറ്റ് കൂടി ഉണ്ടാവുക? 40 പ്ലസ് 40 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള ഭാരം. ഓക്കെ, വേറെ ആളുടെ ഭാരം 40 ആയിരുന്നല്ലോ. അയാളുടെ ഭാരം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ പുതിയൊരാൾ വന്നപ്പോ അയാളുടെ ഈ 40 കിലോവിനേക്കാൾ കൂടുതൽ എത്രയാണോ ഭാരം, ആ ഭാരം കാരണം എത്ര കൂടി? ഓരോ കുട്ടികളുടെയും ഓരോ സ്റ്റുഡൻസിന്റെയും ഭാരം 1.5 കിലോഗ്രാം വെച്ച് കൂടി. നെറ്റ് എഫക്ട് അല്ലെ? അത് എത്രയാ? 15 × 1.5 15ന്റെ സ്ക്വയർ 225 ആണ് അല്ലെ? അതില് ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ 22.5 എന്ന് കിട്ടും. അപ്പൊ 40 22.5 കൂടെ കൂട്ടി എത്ര കിട്ടാം? 62.5 കിലോഗ്രാം ആയിരിക്കും പുതിയ ആളുടെ ഭാരം, എക്സ്ട്രാ വന്ന ആളുടെ ഭാരം. ഇനി ഇതേ സമയത്ത് പുതിയ ആള് വന്നപ്പോ 1.5 കിലോഗ്രാം വെച്ച് കുറയാണ് ചെയ്തെങ്കിൽ 40 - 22.5 എന്ന് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The average of 25 consecutive odd integers is 55. The highest of these integers എന്നാ പറഞ്ഞത് അല്ലെ? നമുക്കറിയാം ആദ്യത്തെ 20 ആവറേജ് ഓഫ് 25 കോൺസിക്യൂട്ടീവ് ഓഡ് ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റസംഖ്യകളാണ് അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് 25 കോൺസിക്യൂട്ടീവ് ഓഡ് ഇന്റീജേഴ്സിന്റെ ആവറേജ് 55 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രാമത്തെ സംഭവമായിരിക്കും 55 എന്ന് പറയുന്ന സാധനം? നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പോ 5 7 9 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണല്ലോ നമ്മൾ ഓഡ് നമ്പേഴ്സ് വിളിക്കുക. ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണേ. ഇവിടുത്തെ കേസിൽ 5 7 9 എന്നീ സംഖ്യകളുടെ ആവറേജ് കാണാൻ പറഞ്ഞാൽ അത് 7 ആയിരിക്കും. അതായത് തന്നിരിക്കുന്ന സംഖ്യകൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സംഖ്യ വെച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ശ്രേണിയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിളിക്കുക. അപ്പൊ തന്നിരിക്കുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമുക്ക് മിഡിൽ നമ്പർ ആയിരിക്കും എപ്പോഴും ഇതിന്റെ ആവറേജ് എന്ന് പറയുന്ന സാധനം. തിരിച്ചും പറയാം, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ മിഡിൽ നമ്പർ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ കേസിൽ 25 ഓഡ് ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ 25 ഓഡ് ഇന്റീജേഴ്സ് ആകുമ്പോൾ എത്രാമത്തെ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ നടുക്ക് വരിക? 13ാമത്തെ ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ 25 + 1/2 ചെയ്യാം. n എത്രയാണോ അതിനോടൊപ്പം 1 കൂട്ടി 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ 25 + 1 26 26/2 എന്ന് പറയുമ്പോൾ 13th നമ്പർ ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്ന സാധനം? ആവറേജ് എന്ന് പറയുന്ന സാധനം. 13th ഓഡ് നമ്പർ അല്ലെങ്കിൽ 13th ഈ ഒരു സീരീസിലെ 13th നമ്പർ ആയിരിക്കും ഇവിടുത്തെ ആവറേജ്. അതാണ് എത്രയെന്ന് പറയുന്ന സാധനം? 55 എന്ന് പറയുന്ന സാധനം. നമുക്ക് ഹൈയസ്റ്റ് ഓഫ് ദീസ് ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ 25ാമത്തെ നമ്പർ അല്ലേ? നമുക്കറിയാം 13ാമത്തെ നമ്പർ കഴിഞ്ഞ് 14ാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര കൂടണം? 2 കൂടണം. കാരണം ഓഡ് ഇന്റീജേഴ്സ് ആകുമ്പോൾ 2 2 വെച്ചാണ് കൊടുക്കുക അല്ലെ? 15ാമത്തെ കൂടണമെങ്കിൽ 4 കൂടണം. അപ്പൊ എത്ര? 2 × 2 4 കൂടണം അല്ലെ? 16ാമത്തെ ആണെങ്കിൽ 13ാമത്തെ കഴിഞ്ഞ് പിന്നെ 3 കൂടെ കഴിഞ്ഞിട്ട് 3 × 2 6 കൂടണം. അങ്ങനെ 13ാമത്തെ കഴിഞ്ഞ് 25ാമത്തെ ആണ് വേണമെങ്കിൽ 25th നമ്പർ ആണ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
55-നോടൊപ്പം 13ാമത്തെ നമ്പറിനോടൊപ്പം എത്ര ഇത് കൂടണം? 12 × 2 എന്ന് വെച്ചാൽ 12 നമ്പർ കഴിഞ്ഞിട്ടാണ് 25ാമത്തെ നമ്പർ വരുന്നത്. 13ാമത്തെ നമ്പർ കഴിഞ്ഞ് ഓരോ നമ്പർ കഴിയുമ്പോഴും 2 സംഖ്യകളാണ് കൂടുന്നത്. 2 വെച്ചാണ് കൂടുന്നത്. 12ാമത്തെ നമ്പർ വരുമ്പോൾ 12 × 2 24 അവിടെ കൂടിയിട്ടുണ്ട് അല്ലേ? എത്രയായിരിക്കും ആൻസർ? 55 പ്ലസ് 24 എത്ര കിട്ടുക? 79 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സോ ദ ആൻസർ ഇസ് 17. ഓക്കെ, അതായത് 13ാമത്തെ കഴിഞ്ഞ് 16ാമത്തെ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചേ, 14ാമത്തെ ആകുമ്പോഴേക്ക് 2 കൂടി, 15ാമത്തെ ആകുമ്പോഴേക്ക് വീണ്ടും 2 കൂടി, 16ാമത്തേക്ക് 2 കൂടി, അപ്പൊ 3 2 കൂടി അല്ലെ? 13 16 3ആണല്ലോ ഡിഫറൻസ്. അപ്പൊ 3 2 കൂടി, 3 × 2 6 കൂടി. അപ്പൊ അതേപോലെ 25ാമത്തെ നമ്പർ കാണണമെങ്കിൽ 13ാമത്തെ നമ്പറിനോടൊപ്പം 13ഉം 25 തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 12 സംഖ്യകളുടെ ഡിഫറൻസ് ഉണ്ട്. സോ 12 ഇൻറ്റു ഓരോന്നിൽ 2 വെച്ചാണ് കൂടുന്നത്. അപ്പൊ 12 × 2 24 കൂടിയിട്ടുണ്ടാവും. സോ 55 പ്ലസ് 24 എത്രയായിരിക്കും നെറ്റ്? 79 ആയിരിക്കും ഹയസ്റ്റ് നമ്പർ. ഇനി ഇതേ സാധനം ചെറുതാണ് ചോദിച്ചെങ്കിൽ 13ാമത്തേന്ന് ഒന്നാമത്തേലേക്ക് വരണം. അപ്പൊ എത്ര ഡിഫറൻസ്? 12 ഡിഫറൻസ്. 13 മൈനസ് ദാറ്റ് മീൻസ് 55 മൈനസ് എത്ര വരിക? 12 × 2 24. 55 മൈനസ് 24 ആയിരിക്കും അടുത്തതായിട്ട് വരിക. ഓക്കെ, അപ്പൊ 31 ആയിരിക്കും ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ആവറേജ് ഓഫ് 25 ഒബ്സർവേഷൻസ് ഇസ് 30 അല്ലെ? It was later found that an observation 73 was wrongly entered as 48. The new average is എന്നുള്ളത് പറഞ്ഞേക്കണം. ഇപ്പൊ നമുക്കറിയാം 13 ഓൾറെഡി ഉള്ള എന്ത് ആവറേജ് എന്ന് പറയുന്ന സ്ഥാനം അല്ലെ? 13 ഓൾറെഡി ഉള്ള ആവറേജ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ 73 എന്ന് പറയുന്ന സാധനം മാറ്റി അല്ലെ? അല്ലെങ്കിൽ 48 എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ മാറ്റിയിട്ട് 73 ആക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര ഇൻക്രീസ് വരുന്നുണ്ട് നോക്കിയേ. 73 48 തമ്മിൽ എത്ര ഡിഫറൻസ് നോക്കിയേ. നമ്മൾ 48നെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞ് 73 ആഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവറേജ് കൂടുകയോ കുറയോ എന്ന് ആലോചിച്ച് നോക്കിയേ. നെറ്റ് സം എന്താ ചെയ്യുന്നത്? തുക 48നെ മാറ്റി 73നെ ആഡ് ചെയ്യുമ്പോൾ കൂട്ടല്ലേ ചെയ്യാം. അപ്പൊ എത്ര കൂടും നോക്കി? 73 അല്ല സോറി 73 മൈനസ് 48 എത്ര കൂടും? 8 5 13 ബാക്കി ഒന്ന് അല്ലെ? 25 കൂടുന്നത് അല്ലെ? അപ്പൊ 25 കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓരോ നമ്പറിലും, കാരണം ഇവിടെ ഒരു നമ്പർ മാറ്റി മറ്റൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമ്പറിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോ നെറ്റ് സമ്മില് ഒരു 25 ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ ആ 25 ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ ഓരോ നമ്പറിലും എത്ര വെച്ച് കൂടും? 25/25 1 വെച്ച് കൂടും. സോ 13 പ്ലസ് 1 പുതിയ ആവറേജ് എത്രയുണ്ടാവുക? 14. അതായത് ഓൾറെഡി ഉള്ള ആവറേജ് പ്ലസ് 25 ഒബ്സർവേഷൻസിലാണ് നമ്മൾ വ്യത്യാസം വരുത്തുന്നത്. എത്രയാണ് ഇവിടെ കൂടുന്നത്? 73 പകരം ചേർക്കുമ്പോൾ 48 മാറ്റി 73 ചേർക്കുമ്പോൾ 25ന്റെ ഇൻക്രീസ് ഉണ്ടാവും. പക്ഷെ അതിനെ ആവറേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ നമ്പർ ചെയ്യണം. അപ്പൊ 25/25 ഓരോ സംഖ്യയിലും എത്ര ഡിഫറൻസ് ഉണ്ടാവും? 1 ഡിഫറൻസ് ഉണ്ടാവും. 13 പ്ലസ് 1 14. നേരെ തിരിച്ചാണ് വരുന്നെങ്കിൽ 73നെ മാറ്റി 48 ആക്കുന്നെങ്കിൽ 73 റോങ്ലി നമ്മൾ എൻ്റർ ചെയ്ത് എന്നിട്ട് അതിന് പകരം 48 ആക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് 13 മൈനസ് 25/25 ദാറ്റ് ഈസ് 12 ആയിരിക്കും പുതിയ ആവറേജ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതെന്താ? ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 100 പോസിറ്റീവ് ഇന്റിജേഴ്സ് ഈസ് എന്ന് പറഞ്ഞു അല്ലെ? സോ പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 2 3 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ, 1 2 3 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് അല്ലെ? അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n into n plus 1/2 ആണ് അല്ലെ? n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ n into n plus 1/2 ആണ് നമുക്കറിയാം അല്ലെ? അപ്പോ നിങ്ങൾ ആലോചിക്കുകയും എങ്ങനെയാ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാം? n into n plus 1/2 ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. അപ്പൊ n into n plus 1/2 ആണ്. സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാ? n നമ്പേഴ്സിന്റെ ആയിരിക്കും അല്ലെ? അപ്പോ ഇതെങ്ങനെ വെട്ടിപ്പോവും? n ഉം n ഉം വെട്ടിപ്പോയി ബാക്കി എന്താ ഉണ്ടാവുക? n plus 1/2 ആയിരിക്കും ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൃത്യമായി പഠിച്ചു വെച്ചോളൂ. ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എത്രയായിരിക്കും? n plus 1/2 ആയിരിക്കും. n എത്രയാ? 100 പോസിറ്റീവ് ഇന്റിജേഴ്സ് അല്ലേ പറഞ്ഞത്? അപ്പൊ 100a plus 1/2. 100a plus 1 എത്രയാ? 101/2. അപ്പൊ എത്ര വരും? 100/2 എന്ന് പറഞ്ഞാൽ 50, 101/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരും? 50.5 ആയിരിക്കും വരും. സോ ദ ആൻസർ ഈസ് 50.5. ക്ലിയർ? അടുത്ത് ദ ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 100 ഈസ് എന്ന് പറയുന്നത് അല്ലെ? ഓഡ് നമ്പേഴ്സ് അപ് ടു 100 എന്ന് പറയുമ്പോൾ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. 1 3 5 അല്ലെ? 7 9 അങ്ങനെ അപ് ടു 100 എന്ന് പറയുമ്പോൾ 100ന് താഴെ എന്നുള്ളതാണ്. 100 വരെ എന്ന് പറയുമ്പോൾ 99 ആയിരിക്കും ലാസ്റ്റ് ഓഡ് നമ്പർ അല്ലെ?
സോ അപ്പൊ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഓഡ് നമ്പേഴ്സിന്റെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, n സ്ക്വയർ ആയിരുന്നു. അപ്പോ നമുക്കറിയാം ഇവിടുത്തെ ആവറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, n ഓഡ് നമ്പേഴ്സിന്റെ സം ആണ് n സ്ക്വയർ. n സ്ക്വയർ ബൈ എത്ര ഓഡ് നമ്പർ, n എത്രയാണ്, n അല്ലേ. അപ്പൊ രണ്ടും ക്യാൻസൽ ആകുമ്പോൾ എന്താ കിട്ടുക, n എന്ന് കിട്ടും. അപ്പൊ നമുക്ക് n ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ഓഡ് നമ്പർ 1 ആണ്, രണ്ടാമത്തെ ഓഡ് നമ്പർ 3 ആണ്, 5 എന്ന് പറയുന്നത് 3 ആണ് അവിടുത്തെ n വാല്യൂ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഓഡ് നമ്പർ ആണ് 5. 7 എന്ന് പറയുമ്പോൾ നാലാമത്തെ ഓഡ് നമ്പർ ആണ് 7. സോ അപ്പോ എങ്ങനെയാണ് എത്രാമത്തെ ഓഡ് നമ്പർ ആണ് ഇത് എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ 99 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 99ാമത്തെ ഓഡ് നമ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഓഡ് നമ്പർ 4 ആവണമായിരുന്നു. പക്ഷെ നാലാമത്തെ ഓഡ് നമ്പർ എത്രയാ, 7 ആണ്. 99 എന്ന് പറയുന്ന സാധനം എത്രാമത്തെ അല്ലെങ്കിൽ 99ാമത്തെ ഓഡ് നമ്പർ അല്ല, ഇവിടുത്തെ n വാല്യൂ എന്ന് പറയുന്നത് 99 എത്രാമത് നിൽക്കുന്നു എന്നുള്ളതാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമ്മൾ n കണ്ടുപിടിക്കാം, ഓഡ് നമ്പേഴ്സിന്റെ n ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ആ നമ്പറിനെ +1/2 ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് 7 + 1/2, 7 + 1 എത്രയാ, 8, 8/2 4, നാലാമത്തെ നമ്പർ അല്ലേ, മറ്റേ 7 എന്ന് പറയുന്ന നാലാമത്തെ ഓഡ് നമ്പർ ആണ് അല്ലേ. 1, 3, 5, 7 നാലാമത്തെ ഓഡ് നമ്പർ അല്ലേ. ആ ലെവലിൽ n കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഓഡ് നമ്പറിന്റെ കേസ് ആണെങ്കിൽ അവിടെയുള്ള ലാസ്റ്റ് ഓഡ് നമ്പർ +1/2 അതായിരിക്കും അത്രാമത്തെ ഓഡ് നമ്പർ ആയിരിക്കും എന്ത് കേട്ടോ. അപ്പൊ 100/2 എത്ര വരിക, 50ാമത്തെ ഓഡ് നമ്പർ ആയിരിക്കും n. അപ്പൊ n ന്റെ വാല്യൂ എത്രയാ, 50 എന്നാണ്. 50ാമത്തെ ഓഡ് നമ്പർ ആണ് n എന്നല്ല, 50ാമത്തെ ഓഡ് നമ്പർ ആണ് 99. n ന്റെ വാല്യൂ എത്രയാണ് അവിടെ, 50 ആണ്. അപ്പൊ സോ ദാറ്റ് മീൻസ് n ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് എത്രയാ, 50 തന്നെയല്ലേ. അപ്പൊ ഇവിടുത്തെ ആവറേജ് എത്രയായിരിക്കും, 50 ആയിരിക്കും ഇവിടുത്തെ ആവറേജ് വരിക. ഓക്കെ, അപ്പൊ അത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കണ്ടുപിടിച്ചു. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.